തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിഭാഗീയത ശക്തമായിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ UDFൽ നിന്നും LDFൽ നിന്നും പ്രവർത്തകർ കൂട്ടുവിട്ട് കൂടുമാറുന്നതും ഇടതു വലതു മുന്നണികളെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. കോർപ്പറേഷനിലും നഗരസഭകളിലും പഞ്ചായത്തുകളിലും പാർട്ടി മാറി സീറ്റ് നേടി മത്സരിക്കുന്നവരുടെ എണ്ണത്തിൽ ജില്ല മുന്നിലാണ്. ജില്ലയിലെ നഗരസഭയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 82 ഗ്രാമപഞ്ചായത്ത്, 14 ബ്ലോക്ക് പഞ്ചായത്ത്, 13 നഗരസഭകൾ, ഒരു കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് എറണാകുളം ജില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലാകെ 25,68,291 വോട്ടർമാരാണുള്ളത്. 12,64,623 പുരുഷ വോട്ടർമാരും 13,33,640 സ്ത്രീ വോട്ടർമാരുമുണ്ട്. 28 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ജില്ലയിലുണ്ട്. 2015ലെയും 2020ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില പരിശോധിക്കാം. ഇക്കുറി ജില്ലയിൽ LDFലും UDFലും ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നതിനാൽ മുന്നണികൾക്ക് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലികേറാമലയാകും. കൂടാതെ വിമത സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്കും. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പലരുടെയും കൂടുവിട്ട് കൂടുമാറ്റത്തിന് കാരണം. തൃക്കാക്കര, ആലുവ നഗരസഭകളിലടക്കം ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. CPIയും CPMും സീറ്റ് നിർണയത്തിൽ തർക്കം തുടരുകയാണ്. ആലുവ നഗരസഭയിൽ LDFന്റെ പ്രതിപക്ഷ നേതാവ് UDFലേക്ക് മാറിയതും തിരിച്ചടിയാകും. വിമത സ്ഥാനാർത്ഥികളുടെ വരവ് കോൺഗ്രസിനെയും കുഴയ്ക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കൂടുമാറ്റവും പിന്മാറ്റവും തുടരാനാണ് സാധ്യത. അതേസമയം എടുത്തു പറയേണ്ട ഒന്നാണ് തൃപ്പൂണിത്തുറ നഗരസഭ. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. ഇടതു കോട്ടകളിൽ പോലും കടന്നുകയറി ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. പാർട്ടിയുടെ ശക്തമായ സംഘടനാ അടിത്തറ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ NDAക്ക് കരുത്തു നൽകുന്നത്. 49 അംഗ നഗരസഭയിൽ ഭരണകക്ഷിയായ LDFന് 23 അംഗങ്ങളും NDAക്ക് 17 അംഗങ്ങളും UDFന് 8ഉം ഒരു സ്വതന്ത്രനുമാണുള്ളത്. LDF അംഗങ്ങളുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ വാർഡുകളിലും BJP വിജയക്കൊടി പാറിപ്പിച്ചിരുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും ഇക്കുറി തൃപ്പൂണിത്തുറ സാക്ഷ്യം വഹിക്കുക. കൊച്ചി കോർപ്പറേഷനിലേക്ക് എത്തിയാൽ കേരളത്തിലെ ഏക മെട്രോ സിറ്റിയുടെ വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാന പ്രചാരണായുധം. നാൾക്കുനാൾ കൊച്ചി വികസിക്കുന്നു എന്ന് പറയുന്ന ഇടതു വലതു മുന്നണികൾ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിന് പോലും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു മഴയിൽ പോലും കൊച്ചി നഗരം കുളമാകുന്ന അവസ്ഥ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതിക്കായി കോടികൾ ചെലവഴിച്ചെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല. കനാലുകളുടെ തീരങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. പൊതുപണം പാഴാക്കിയാണ് ഇത്തരത്തിലുള്ള പ്രഹസനം. കനാലുകളിലെ മാലിന്യ നീക്കം ചെയ്യാനുള്ള ടെൻഡറുകളിൽ അഴിമതിയും ക്രമക്കേടുകളും ആവോളം നടന്നു. എറണാകുളം ജില്ലയിൽ 2020യിലൂടെയാണ് കേരളത്തിലെ ആദ്യ കോർപ്പറേറ്റ് ഭരണം 2015 നിലവിൽ വന്നത്. അതും കിഴക്കമ്പലം പഞ്ചായത്തിൽ. പിന്നാലെ 2020 തെരഞ്ഞെടുപ്പിൽ മഴുവന്നൂർ, ഐക്കരനാട്, കുന്നത്തുനാട് പഞ്ചായത്തുകളിലും 2020 ഭരണമുറപ്പിച്ചു. ഐക്കരനാട് പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളും പിടിച്ചാണ് അധികാരം നേടിയത്. കാലം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് പലരും പാർട്ടി വിട്ടു. ഏറ്റവും ഒടുവിലായി പാർട്ടി അധ്യക്ഷനായ സാബു M ജേക്കബിനെതിരെ ഗുരുതര ആരോപണവുമായി ജില്ലാ കോർഡിനേറ്ററും രംഗത്തെത്തി. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടിയ വിഷമെന്നാണ് വിശേഷിപ്പിച്ചത്. സ്വാർത്ഥ താൽപര്യങ്ങൾ നടപ്പാക്കാനുള്ള നുണകളുടെ ചീട്ടുകൊട്ടാരമെന്നാണ് 2020യെ വിശേഷിപ്പിച്ചത്. ഇക്കുറി 50 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മത്സരിക്കാനുള്ള ശ്രമത്തിലാണ് 2020. അതേസമയം ജില്ലയിലെ ന്യൂനപക്ഷ പിന്തുണ NDAക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുപോലും വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്.
മുനമ്പം വഖഫ് ഭൂമി വിഷയം ഇടത് വലത് മുന്നണികൾക്ക് കനത്ത തിരിച്ചടിയാകും.